യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹാലേലുയ, ആവേ മരിയ. എൻ്റെ പേര് എൽദോ വർഗീസ്, സ്ഥലം മൂവാറ്റുപുഴയാണ്. വിക്ടർ ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെ കർത്താവായ യേശു എന്നിൽ പ്രവർത്തിച്ച വലിയ ഒരു മഹാത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. 2 വർഷമായിട്ട് ഞാൻ പോർച്ചുഗലിൽ താമസിക്കുന്നു. ഞാൻ പോർച്ചുഗലിലെ റെസിഡൻസ് കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് അത് 1 വർഷത്തോളം മുൻപോട്ട് നീണ്ടുപോയി. 2.5 വർഷമായിട്ടും എനിക്ക് റെസിഡൻസ് കാർഡിനുള്ള ബയോമെട്രിക്സ് എടുക്കുവാനോ ഒന്നും സാധിച്ചില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ വിക്ടർ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും തീരെ സുഖമില്ലാതെ വന്നതിനാൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോരണമെന്നുള്ള ആഗ്രഹം ബ്രദറിനോട് 2-3 പ്രാവശ്യം പ്രകടിപ്പിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു, അപ്പച്ചനും അമ്മച്ചിക്കും ഒന്നും സംഭവിക്കില്ല, കർത്താവിൻ്റെ കരങ്ങളിൽ അവർ പരിപാലിക്കപ്പെടും. എൽദോ അവിടെ ധൈര്യമായിട്ട് നിന്നു. റെസിഡൻസ് കാർഡുമായിട്ടേ നാട്ടിലേക്ക് തിരിച്ചെത്താവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും എനിക്കത് അവിശ്വസനീയമായിരുന്നു. കാരണം യാതൊരുവിധ പ്രോസസ്സിങ്ങും ഈ പോർച്ചുഗൽ റെസിഡൻസ് കാർഡിൻ്റെ മേൽ അതുവരെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഏകദേശം ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു 2.5 വർഷത്തോളം ഇത് കാത്തിരുന്നിട്ടും യാതൊരുവിധ ഫലവും എനിക്ക് ഉണ്ടാവാത്ത അവസ്ഥയിൽ ബ്രദർ അതിശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ബ്രദർ എന്നോട് ആവശ്യപ്പെട്ടു, മാതാവിൻ്റെ ഒരു രക്തക്കണ്ണുനീർ ജപമാലയും 40 വിശ്വാസ പ്രമാണവും എല്ലാ ദിവസവും ഈ കാർഡിനെ സമർപ്പിച്ച് ഇതിലുള്ള തടസ്സങ്ങൾ എല്ലാം മാറി കാർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു രക്തക്കണ്ണീർ ജപമാലയും അതേപോലെ 40 വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടിരുന്നു. വളരെ അത്ഭുതമെന്ന് പറയട്ടെ, 2024 നവംബർ മാസം 13-ാം തീയതി ബുധനാഴ്ച എനിക്ക് കോർട്ട് ഇടപെട്ട് കോടതി മുഖേന എനിക്ക് ഡേറ്റ് ലഭിച്ചു. വളരെ അത്ഭുതമാണ്, എൻ്റെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. വിക്ടർ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് പോർച്ചുഗലിലെ റെസിഡൻസ് കാർഡ് കിട്ടുന്ന വലിയൊരു മഹാത്ഭുതം ഞാൻ എൻ്റെ കണ്ണാലെ കാണുകയുണ്ടായി. ഈ സമയങ്ങളിലെല്ലാം എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കുടുംബത്തെയും കർത്താവ് വളരെ പരിപാലിച്ചു. 1 വർഷം മുമ്പ് എൻ്റെ അമ്മച്ചിക്ക് സോഡിയം കുറഞ്ഞ് ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലായ ICUവിലൊക്കെ അഡ്മിറ്റ് ആക്കുന്ന അവസ്ഥയൊക്കെ വന്നപ്പോഴും ഞാൻ നാട്ടിലേക്ക് ഒരു 99% പോകാൻ റെഡി ആയപ്പോഴും വിക്ടർ ബ്രദർ പറഞ്ഞു, അമ്മച്ചിയെ കർത്താവ് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തും. അതേപോലെ തന്നെ അത്ഭുതകരമായിട്ട് സൗഖ്യം ലഭിക്കുകയുണ്ടായി. അതുപോലെ എൻ്റെ ഫാദർ വീണ് നട്ടെല്ലിന് 3 പൊട്ടൽ പറ്റി. എന്നാലും വിക്ടർ ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെ ഒരു 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നേ ഉള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ എണീറ്റ് നടക്കാനൊക്കെ കർത്താവ് കൃപ കൊടുത്തു. ഞാൻ മടങ്ങി ചെല്ലുന്നോടം വരെയും മാതാപിതാക്കളെ പരിപാലിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ബ്രദർ പ്രാർത്ഥിക്കുന്നു. അതും വലിയൊരു മഹാത്ഭുതം തന്നെയാണ്. അതിലും വലിയ മഹാത്ഭുതമാണ്, എന്നെക്കാളും 1 വർഷം മുമ്പ് ഈ പോർച്ചുഗൽ റെസിഡൻസ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണുള്ളത്. പക്ഷേ അവരിൽ നിന്ന് എല്ലാവരിലും മുമ്പായിട്ട് ഇവിടെ എല്ലാവർക്കും അത്ഭുതമാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും എൻ്റെ റൂമിലും എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഇത് എങ്ങനെ കിട്ടി എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ബ്രദറുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ പ്രവചിച്ചിരുന്നു, എനിക്ക് കൃത്യസമയത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് ഈ കാർഡ് കിട്ടുമെന്ന്. ഇത് വിക്ടർ ബ്രദറിൻ്റെ പ്രാർത്ഥനയുടെ അത്ഭുതകരമായിട്ട് എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു. ഈ വലിയ മഹാത്ഭുതത്തെ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എനിക്ക് ഇനി ഉടൻ തന്നെ 3 മാസത്തിനകം നാട്ടിലേക്ക് വരാനായിട്ട് കഴിയും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ റെസിഡൻസ് കാർഡിന് വേണ്ടിയിട്ടും എൻ്റെ മാതാപിതാക്കളുടെ രോഗസൗഖ്യത്തിനും അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിക്ടർ ബ്രദറിന് ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കർത്താവായ യേശുവിന് കോടാനുകോടി
സ്തുതി അർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന് നന്ദി പറയുന്നു. വിക്ടർ ബ്രദറിൻ്റെ ഈ പ്രാർത്ഥനയുടെ സാക്ഷ്യം ഇടുവാൻ ഞാൻ അല്പം വൈകിപ്പോയി. എനിക്ക് അല്പം ജോലിയുടെ തിരക്കും നാട്ടിലേക്ക് പോകുന്ന ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അല്പം വൈകി പോയി. അതിൽ ഈശോയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ മഹത്വം. ഹാലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. താങ്ക് യു ജീസസ്. ആമേൻ.